ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ചാക്ക് വെച്ചിട്ട് വീടും അടുക്കളയും ഒക്കെ അടിപൊളിയാക്കാനുള്ള ഒരു സാധനമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള ചാക്ക്. നമ്മുടെ ചണത്തിൻ്റെ ചാക്കുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ അരിയും ഒക്കെ വാങ്ങിക്കുന്ന വലിയ ചാക്കുണ്ടെങ്കിൽ അത് കഴുകി എടുത്ത് വെക്കുക. നമുക്ക് ഇതുപോലുള്ള ആവശ്യത്തിന് എടുക്കാം. അപ്പം ചാക്ക് കഴുകിയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ, അതിൻ്റെ പൊടിയൊക്കെ മാറിയിട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഉള്ളതും ഉണ്ട്, പിന്നെ ഒരു വലിയ ചാക്കായിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പോൾ പീസ് ചെറുതായതുകൊണ്ട് എനിക്ക് തികയില്ല. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ചാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാക്കിൻ്റെ ഒരു സൈഡിൽ പ്രിൻ്റുള്ള ഭാഗമാണ്. പ്രിൻ്റുള്ള ഭാഗം നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പ്രിൻ്റ് ഇല്ലാത്ത മറു സൈഡാണ് എടുക്കേണ്ടത്. പ്രിൻ്റുള്ളതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം നോക്കി എടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലുള്ളൊരു ചെറിയ ബോക്സാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ്, അല്ലെങ്കിൽ ഷൂവിൻ്റെ ബോക്സ് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മാസ്കിൻ്റെ ഒരു ബോക്സാണ്. അപ്പം ഏറ്റവും നല്ലത് ഷൂ ബോക്സ് ആയിരിക്കും. അപ്പോൾ അത് നല്ല കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഈ മാസ്ക് വലിയൊരു കട്ടിയില്ല, എങ്കിലും അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലത്തെ മൂടി അങ്ങ് കളയുവാണ്. ആ മുകളിലത്തെ മൂടി ഭാഗം നമുക്ക് വേണ്ട. അപ്പം അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതെടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടെ കട്ടി കിട്ടും. ആ ഒരു ബേസ് ഭാഗത്ത് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അത് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. കട്ടിയുള്ള ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് കളയും ആവാം. അതുപോലെ ഈ സൈഡിലെ രണ്ട് ഭാഗം ഇതും കളയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കട്ടിക്ക് വേണ്ടിയിട്ട് ഗൺഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടോ നമുക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് ഇല്ലാതാവാതെ ഇതിരിക്കും. അപ്പോൾ അതാ ഞാനിപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അടിയിലത്തെ ഭാഗവും ഗൺഗ്ലൂ തേച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി കേട്ടോ. ഇതിന് ഗൺഗ്ലൂ ഒന്നും വേണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒട്ടിച്ച് നല്ല ബലമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കേണ്ടത് ചാക്കാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ ബോക്സ് ഇപ്പോൾ അധികം വലുതല്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെക്കുന്ന ഒരളവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു അളവിൽ എത്ര ഉണ്ട് അത്രയും ഒരു അളവിൽ പറ്റുന്ന രീതിയിൽ ചാക്ക് മുറിച്ചതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പം ഞാൻ ചാക്ക് കുറച്ച് എക്സ്ട്രാ പീസ് കുറച്ച് വലുതാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബോക്സിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ വേണം മുറിക്കാൻ. അതിന് ശേഷം ആവശ്യമുള്ള അളവിൽ പിടിച്ചതിന് ശേഷം ഗൺഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഗൺഗ്ലൂ ആണ് നല്ലത് കേട്ടോ. ഫെവിക്കോൾ നന്നായിട്ട് ഒട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഗൺഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴപ്പോഴങ്ങ് ഉണങ്ങി ഒട്ടിക്കോളും. അപ്പോൾ നല്ല വലിച്ചൊട്ടിക്കണം, എങ്കിലേ ഒരു വൃത്തി കിട്ടുള്ളൂ. കുറച്ച് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇനി ഇത് കഴുകുന്നതൊന്നും ഇല്ലല്ലോ, നമ്മളിത് ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതുപോലെ പല ഐഡിയാസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വലിച്ച് ഒട്ടിക്കുകയാണ് ഇതുപോലെ. അങ്ങനെ ബോക്സ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്ത് വന്നപ്പോൾ ഈ സൈഡ് ഇത്രയും ഭാഗം ഒന്നുമില്ലാതെ കിടക്കുവാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പീസ് മുറിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡുകൾ എല്ലാം ഏകദേശം ഇപ്പം ഒട്ടിച്ച് വരുന്നുണ്ട്. ഇനി നമുക്കുള്ളത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്ക് ഭാഗവും ഒട്ടിക്കണം കേട്ടോ. ബാക്ക് ഭാഗം ഒട്ടിച്ചില്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് കിടക്കും. ബാക്ക് ഭാഗത്ത് എക്സ്ട്രാ ഉള്ള ഭാഗം താഴേക്ക് പിടിച്ച് വലിച്ച് ഒന്ന് ഒട്ടിച്ച് വയ്ക്കണം. എക്സ്ട്രാ പീസ് എന്തെങ്കിലും വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എവിടെയും ഇങ്ങനെ പൊന്തിച്ചിരിക്കരുത്, ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ. വലിച്ച് ഒട്ടിച്ചാൽ മതിയാവും. അപ്പം അങ്ങനെ ഞാൻ ബാക്ക് ഭാഗവും ഇപ്പോൾ ഏകദേശം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബോക്സിൻ്റെ അടിഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കാം. ഇനി ഈ മുകൾ ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ ആക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. നമ്മുടെ ബോക്സിൻ്റെ അതേ അളവിന് മാത്രം മതി കേട്ടോ, ഇത് എക്സ്ട്രാ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബോക്സ് ഇപ്പോൾ ഈ ഒരു ചാക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണികളുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ വേണ്ടത് ഒരു പീസ് ക്ലോത്താണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പില്ലോ കവറിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തതാണ്. പില്ലോ കവർ തന്നെ വേണമെന്നില്ല കേട്ടോ. പില്ലോ കവർ ആണെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത പീസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നീളത്തിലുള്ള തുണി എടുത്തിട്ട് അടിഭാഗം ഇങ്ങനെ ഒന്ന് ഗൺഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, പില്ലോ കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ശരിയാവുമെന്ന്. ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു അടിഭാഗത്ത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം, ഒരു ബേസ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പില്ലോ കവറിൻ്റെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന താഴത്തെ ആ കോർണർ ഭാഗം അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി ഇതുപോലെ കോണിച്ച് മടക്കിയാൽ മതി, അളവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു ഗൺ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് മടക്കി ഒട്ടിക്കാം. അപ്പോൾ അതുപോലെ താഴത്തെ ബേസ് ഭാഗവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കോണിച്ച് മടക്കുമ്പോൾ ആ ഒരു ബോക്സിനകത്ത് വെക്കാൻ പറ്റിയ രീതിയിൽ ഒരു ബാഗ് പോലത്തെ ഒരു ഷേപ്പ് അടിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു അളവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അളവൊന്നും എടുക്കുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോണിച്ച് മടക്കി കൊടുത്താൽ മതിയാവും താഴ്ഭാഗം. അപ്പോൾ ആ മടക്കിയത് വെച്ചിട്ട് നന്നായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ആ രണ്ട് സൈഡും മടക്കിയപ്പോൾ ഒരു നല്ലൊരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഒരു ബാഗൊക്കെ പോലെ അടിഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കണം എന്നില്ല കേട്ടോ, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഭാഗം ഉള്ളിലും പിന്നെ ആ ചീത്ത ഭാഗം പുറമേ വരുന്ന രീതിയിൽ വേണം നമ്മളിത് എടുത്ത് ഇങ്ങനെ വെക്കാൻ. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിനി ഇത് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ഇതുപോലെ ബോക്സിനേക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല ഭാഗം അകത്തും അതുപോലെ ആ ഒരു ചീത്ത ഭാഗം പുറത്തും വരുന്ന രീതിയിൽ ബോക്സിലേക്ക് വെച്ചിട്ട് പുറത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. പുറത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഒരു ബോക്സിന് നല്ല ഭംഗി വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ വെക്കുന്ന തുണി നല്ല പൂക്കളുള്ള പ്രിൻ്റൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ചാക്കിന് മാച്ചായിട്ടുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ, അതായത് അതിന് ചെയ്യുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ തുണിയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു തുണിയാണ് ഞാൻ വെച്ചത്. നല്ല ഭംഗിയുള്ളത് നോക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് കറക്റ്റ് വെച്ച് വലിച്ച് പിടിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിക്കണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കറക്റ്റ് ഫിറ്റായിരിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച ഭാഗം വേണമെങ്കിൽ ഗൺ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഫിറ്റായിട്ട് ഇരിക്കും. നമ്മൾ തുണി വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഗൺ ഗ്ലൂ തേച്ചിട്ടാണ് ഇങ്ങനെ തുണി പിടിച്ച് വെക്കുന്നതെങ്കിലും കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ സൈഡുകളും നമുക്കിങ്ങനെ മടക്കി ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ എക്സ്ട്രാ കിടക്കുന്ന സൈഡുകളുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തല്ലേ, ആ ഒരു ഭാഗത്തൊക്കെ ഗൺ ഗ്ലൂ തേക്കണം. അതുപോലെ 4 സൈഡും ഗൺ ഗ്ലൂ തേച്ച് ഒട്ടിക്കണം. ഇത് കറക്റ്റ് ഒന്ന് ഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഭാഗം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഗൺ ഗ്ലൂ വെച്ചിട്ട് ഷേപ്പ് ആക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തുണി വെക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് ഫിറ്റ് ആവുന്ന തുണിയാണോ എന്ന്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റ് ആവുന്ന ഒരു പില്ലോ കവറിൻ്റെ സൈസ് കറക്റ്റ് ഫിറ്റായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് വെച്ച് നോക്കിയതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ ഗൺ ഗ്ലൂ വെച്ചിട്ട് സൈഡുകളെല്ലാം ഞാൻ കറക്റ്റ് ഒരുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഓർഗനൈസർ പോലത്തെ ഒരു ചെറിയ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബോയും കൂടി ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മേക്കപ്പിനുള്ള ഐറ്റംസ്, ക്രീമോ പൗഡറോ അതുപോലെ ബോഡി ക്രീമോ അങ്ങനെയുള്ള പെർഫ്യൂമോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കുട്ടികളുടെ ടോയ്സ് ഇട്ട് വയ്ക്കാം. കിച്ചണിലൊക്കെ ആണെങ്കിൽ എന്ത് ഐറ്റംസ് വേണമെങ്കിലും, വെള്ളം നനയാത്ത എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അപ്പം കാണാൻ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെ ബോക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് നമ്മൾ ഒരു പൈസ പോലും ചിലവാക്കാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഷഫ്ന എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷഫ്നക്കൊരു സ്പെഷ്യൽ ഹായ്. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.